വനിതാ ഡ്രൈവറായ ശ്രീകുട്ടി ഓടിക്കുന്ന സെൻറ് തോമസ് ബസ്സാണ് കേട്ടോ വരുന്നത്. ബസ് നിർത്തിയിട്ടുണ്ട്. ശ്രീകുട്ടി, നമസ്കാരം. ഞാനിപ്പോൾ ആലുവ കോലഞ്ചേരി ബസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് ലക്ഷ്മി എന്ന വനിതാ ഡ്രൈവറെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ലക്ഷ്മിയോട് തന്നെ ചോദിക്കാം. ലക്ഷ്മി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചോദിക്കാൻ സാധിക്കില്ല. ഞാൻ വണ്ടി അവിടെ ചെന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് ലക്ഷ്മിയോട് സംസാരിക്കാം. ഈ റൂട്ടിൽ ഒരു വനിതാ ഡ്രൈവർ ആദ്യമായിട്ടാണ് ഒരു ബസ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ആളുകളുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശ്രീകുട്ടി ഈ വാഹനം ഓടിക്കുന്നത്. ശ്രീകുട്ടിക്ക് അടുത്ത ജംഗ്ഷനായ പള്ളിക്കരയിലും ഒരു സ്വീകരണമുണ്ട്. പള്ളിക്കരയിൽ കുന്നത്തുനാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയാണ് ഈ സ്വീകരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പള്ളിക്കരയ്ക്ക് അഭിമാനമായിട്ട് ഈ കുന്നത്തുനാടിൻ്റെ തെരുവീതികളിലൂടെ ആദ്യമായ ഒരു വനിതാ ബസ് ഡ്രൈവർ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കിവിടെ പലരും വണ്ടി ഓടിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് സെൻറ് തോമസ് ബസ് ആലുവ കോലഞ്ചേരി റൂട്ടിൽ ഓടുന്നതാണ്. നമ്മുടെ ലക്ഷ്മിയാണ് നമ്മുടെ ഇതിൻ്റെ സാരഥി. എല്ലാ മക്കൾക്കും ധൈര്യമായിട്ട് നമുക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഈ സാഹചര്യത്തിൽ ഒരു വനിത തന്നെ ഡ്രൈവറായിട്ട് വരും. നമ്മുടെ കുട്ടികൾക്കും ഈ ബസ്സിലെ ഇതിൻ്റെ ഓണർക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നാട്ടുകാർക്കും എല്ലാവിധ സപ്പോർട്ടും അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് ഉടനെ തന്നെ നമുക്ക് ഒരു ഉപകാരം. സമയമുണ്ടാ? നീ കയറി വാ. ഇല്ല കിട്ടില്ലേ? ഓക്കെ, എല്ലാവിധ ആശംസകളും. ഭരണസമിതിക്ക് എല്ലാവിധ. അപ്പോൾ ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞു. ഇനി വണ്ടി പോകുന്നത് നേരെ കോലഞ്ചേരിക്കാണ്. ലക്ഷ്മി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പേരെന്താ പറഞ്ഞ? ലക്ഷ്മി. എവിടെ വീട്? പറക്കോടാണ് വീട്. ഇപ്പോൾ ഈ വണ്ടി വന്നു ഓടിക്കണേ? ഈ വണ്ടി കുറച്ച് ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട്. അതല്ലേ? വേറെ ഏതാ വണ്ടി ഓടിക്കണേ? വണ്ടി ഓടിക്കുന്നത് ടാങ്ക് ലോറി ഓടിക്കുന്നുണ്ട്, ഡീസൽ ഓടിക്കുന്നുണ്ട്. അത് പമ്പിലെ വണ്ടിയാണ്. മൂന്നാർ മറയൂരുള്ള പോകുന്നുണ്ട്. ഈ ശരിക്കും എന്താണ് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ലക്ഷ്മി? ഫീൽഡിലേക്ക് വരാൻ കാരണം അച്ഛൻ്റെ കൂടെ കുഞ്ഞിലെ ഇങ്ങനെ വണ്ടിയിൽ പോവായിരുന്നു. അപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ പോയി. അച്ഛൻ തന്നെ പഠിപ്പിച്ചു തന്നു. അപ്പം അങ്ങനെയാണ് വണ്ടിയിലെത്തിയത്. ചേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുന്ന ബ്രൈറ്റിൽ വെച്ചായിരുന്നു. ബ്രൈറ്റിൽ എൻ്റെ ഇപ്പോൾ ട്രെയിൽ വന്നായിരുന്നു. ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ട്രെയിൽ വന്നായിരുന്നു. പിന്നെ ബ്രൈറ്റ് കമ്പനി പോണ ചാലായിരുന്നു. ആ ചാല് ചേച്ചിക്ക് ഒന്ന് വണ്ടി ഓടിക്കാൻ കൊടുത്തായിരുന്നു. അത് കുറച്ച് നേരം ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിനത് ഇതിൽ ഞാൻ ഈ വണ്ടി കയറിയ പിന്നെ ചേച്ചി വിളിച്ചായിരുന്നു, ഗ്യാപ്പ് ഉണ്ടോയെന്ന് ചോദിച്ച് ഓടിക്കാൻ. അങ്ങനെ ഞാൻ സൈത്തേട്ട അടുത്ത് പറഞ്ഞു. സൈത്തേട്ടയിൽ വിളിച്ചൊരു ദിവസം ട്രെയിൽ കൊടുത്ത് പിറ്റേ ദിവസം ഫുൾ ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പം ഡ്രൈവിംഗ് എന്ന് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത ഇതിൽ സാധാരണ പോലെ പോകുന്നുണ്ട്. അടിപൊളിയാണ്. അതായത് ഞാനിപ്പോൾ ഈ വണ്ടിയിലിരുന്നപ്പോൾ ലക്ഷ്മി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ രണ്ട് സൈഡിലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വണ്ടി ടൂ വീലറിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് നിൽക്കുന്ന സമയത്തൊക്കെ കൈ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷം കൊണ്ടാണത്. അപ്പോൾ എന്താണ് ലക്ഷ്മിക്ക് ഇപ്പോൾ ഈ വണ്ടി ഇത്ര നാളും വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നേരത്തെ ടാങ്കർ ഓടിച്ചപ്പോഴും ഇങ്ങനെ ഇതൊന്നിട്ടില്ല. ബസ് ഓടിച്ചപ്പോഴാണ് രണ്ടും ഇതിലാണ്. ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കാണുമ്പോൾ തട്ടൊക്കെ കാണിക്കും. അപ്പം എനിക്കൊരു സന്തോഷമാണ്. ഈ വനിതാ ഡ്രൈവറെ കുറിച്ച് എന്തെങ്കിലും പറയാൻ? നല്ല ഓടിക്കലാണ്. നല്ല ഓടിക്കല. അടിപൊളിയാ. ഓക്കെ, നല്ല ഓടിക്കല. നന്നായിട്ട് ഓടിക്കണ്ട. നല്ല ഓടിക്കലാണ്. നല്ല ഓടിക്കല.
പറഞ്ഞേ. വനിതാ ഡ്രൈവറെ ഇഷ്ടപ്പെട്ടു. എന്ത് പറയാനുണ്ടാ നിങ്ങക്ക്? അതെ അതെ. പറഞ്ഞ നമ്മുടെ ഈ ഗ്രാമത്തിൽ എന്ന് വെച്ചാൽ ഒരു ലേഡീസ് ഇത് ഡ്രൈവിങ്ങിൽ ബസ് ഡ്രൈവറായിട്ട് അതിന് ഒരു ജോലി പ്രവേശിക്കാനും ഒരു ധൈര്യം തന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ വനിതാ ഡ്രൈവറായ ശ്രീകുട്ടിക്ക് അടുത്ത സ്വീകരണം വച്ചിരിക്കുന്നത് കൊലഞ്ചേരി കടയിരിപ്പിലാണ്. അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് തോന്നണം, കൊടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും നമ്മുടെ സഹോദരി ശ്രീകുട്ടി ശ്രമകരമായിട്ടുള്ള ജോലി ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന ഒരു മേഖലയിലേക്ക്, ഉത്തരവാദിത്തമുള്ളൊരു മേഖലയിലേക്ക് ശ്രീകുട്ടിയെപ്പോലുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ കടന്നു വരുന്നത് തീർച്ചയായും പുതിയതായി കടന്നു വരുന്ന നമ്മുടെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ യുവതികൾക്കുമെല്ലാം ഒരു വലിയ മാതൃകയാണ്. ഈ ആത്മാർത്ഥമായി ജോലി ചെയ്യേണ്ട ഒരു മേഖലയിൽ, ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു മേഖലയിൽ, വളരെ ശ്രമകരമായി ജോലി ചെയ്യേണ്ട ഒരു മേഖലയിൽ പ്രത്യേകിച്ച് അതിലേക്ക് സ്ത്രീകൾ കൂടി കടന്നു വരുന്നു. ഇതൊരു മാറ്റത്തിൻ്റെ, കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ്. അതിന് ഉദാത്തമായൊരു മാതൃകയാണ് ശ്രീകുട്ടി. എല്ലാവിധ അഭിവാദ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ജോലിയിൽ എല്ലാവിധ വിജയാശംസകളും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ നേരുന്നു. അഭിവാദ്യങ്ങൾ. നിതീഷും കൊണ്ട് കയറിക്കുക, നിങ്ങളെ കൊണ്ട് കയറിക്കുക, അവരെടുത്തോളൂ.